2020-ക്കെതിരെ ഗുരുതര വിമർശനവുമായി കോൺഗ്രസ്. ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ഫണ്ടുകൾ ചെലവഴിക്കാതെ കോടികൾ നഷ്ടപ്പെടുത്തി. കിഴക്കമ്പലം പഞ്ചായത്തിൽ മാത്രം 10 വർഷത്തിനിടെ 20 കോടി രൂപ ലാപ്സാക്കിയെന്നും വിമർശനം. എറണാകുളം കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് വിവിധ പദ്ധതികൾക്കായി ചെലവഴിക്കേണ്ടിയിരുന്ന 19,80,197 രൂപ ഭരണസമിതി ലാപ്സാക്കി കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏകദേശം 20 കോടിയോളം രൂപ ചെലവഴിക്കേണ്ട പഞ്ചായത്തിന് ലഭിച്ച് പദ്ധതി വിഹിതമായി ഗവൺമെന്റ് മാറ്റിവെച്ചു കൊടുത്ത 20 കോടിയോളം രൂപ അവർ ലാപ്സാക്കി കളഞ്ഞു. മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 4 വർഷം കൊണ്ട് വിവിധ പദ്ധതികൾക്കായി ചെലവഴിക്കേണ്ടിയിരുന്ന 12,99,36,268 കോടി രൂപ ഇവർ ലാപ്സാക്കി. അലി അക്ബർ ഷായുടെ വിശദാംശങ്ങൾ നൽകാൻ. അലി, പദ്ധതിക്ക് വേണ്ടത് കൃത്യമായിട്ട് ചെലവഴിക്കാതെ ലാപ്സാക്കിയ കണക്കുകളാണ് എണ്ണി പറഞ്ഞത് എന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കൃത്യമായിട്ടുള്ള ഒരു കണക്കുകളടക്കം 20 കോടിയുടെ കണക്കാണ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് 2020-ക്കെതിരെയുള്ള വിമർശനത്തിലൂടെ. എന്താണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? ഇത്രത്തോളം ഗുരുതരമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത് അലി? 2020-ക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്ന് കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്ന സാഹചര്യമുണ്ടായത്. 4 പഞ്ചായത്തുകളിലാണ് 2020 ഭരണത്തിലുണ്ടായിരുന്നത്. ഒന്ന് കിഴക്കമ്പലം, അതുപോലെ കുന്നത്തുനാട്, മഴുവന്നൂർ, ഐക്യരനാട്. ഈ 4 പഞ്ചായത്തുകളിലും കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏത് രീതിയിലാണ് വികസനത്തിന് വേണ്ടി ചിലവഴിക്കേണ്ട തുക ലാപ്സാക്കി കളഞ്ഞത് എന്ന കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ബെന്നി ബെഹനാൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. കിഴക്കമ്പലം പഞ്ചായത്തിൽ മാത്രം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷത്തിനിടെ ലാപ്സായി പോയ തുക അത് 20 കോടിയോളമാണ്. അത് കുന്നത്തുനാട് പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ 8.9 കോടി, മഴുവന്നൂരിൽ 13 കോടി, ഐക്യരനാട്ടിൽ 2.5 കോടി. ഈ നിലയിൽ പഞ്ചായത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കേണ്ട തുക ആ നിലയിൽ ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലുടനീളം 2020-ക്കെതിരെ കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. സിംഗപ്പൂർ മോഡൽ വികസനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ സാബു എം ജേക്കബിന്റെ ഭരണത്തിലുള്ള പഞ്ചായത്തുകളിലാണ് ഇത്രയും വികസന മുരടിപ്പുണ്ടായിരിക്കുന്നത് എന്നതും കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിലുടനീളം ഉയർത്തിക്കാണിക്കുന്നു. സമാനമായ രീതിയിൽ UDF അധികാരത്തിലെത്തിയാൽ കുന്നത്തുനാട് പഞ്ചായത്തിൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ കോൺട്രാക്റ്റുകളിലെല്ലാം സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും ബെന്നി ബെഹനാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെക്കുന്നു. എന്തായാലും 2020 നേതൃത്വം മറുപടി പറഞ്ഞേ തീരൂ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലുടനീളം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ. അലി അക്ബർ ഷായാണ് വിശദാംശങ്ങൾ നൽകിയത്.